സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ, തീർച്ചയായിട്ടും ദുനിയാവ് പച്ചപ്പും മധുരവുമാണ് എന്ന്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ, അല്ലാഹു ആകട്ടെ നിങ്ങളെ അതിൽ പരസ്പരം അനന്തരാവകാശികളാക്കിയിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവൻ നിരീക്ഷിക്കുക. ഫത്തഖു ദുനിയാ വത്തഖുൻ നിസാ, അതിനാൽ നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ സ്ത്രീകളെയും സൂക്ഷിക്കണം. ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫി നിസാ, ഇസ്രായേലിൽ ആദ്യമായിട്ടുണ്ടായ കുഴപ്പം അത് സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു എന്ന്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. പക്ഷെ സ്ത്രീകളുടെ വിഷയത്തിൽ ഉണ്ടായ ഫിത്ന എന്താ? ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താ? ഉയരമുള്ള 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു ബനു ഇസ്രായേലിൽ. ഉയരമുള്ള 2 സ്ത്രീകൾ. ആ 2 സ്ത്രീകൾ അവരുടെ സൗന്ദര്യം കാരണമൊക്കെ അവർ അറിയപ്പെട്ടു. പൊക്കം കുറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ അവരുടെ കൂടെ നിന്ന് നടക്കുമ്പോൾ അത്ര ശ്രദ്ധിക്കപ്പെടില്ല. അപ്പൊ ആ സ്ത്രീ ചെയ്തതെന്താ? അവൾ മരം കൊണ്ട് 2 ഉയരമുള്ള ചെരുപ്പുകൾ ഉണ്ടാക്കി. ഇന്നൊക്കെ നമ്മൾ ഹീലുള്ള ചെരുപ്പ് എന്ന് പറയില്ലേ, അതൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളുടെ അവസ്ഥ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു മൃഗം ഓടി എത്തിയാൽ തന്നെ അവര് വീണുപോകും. ചെരുപ്പിന്റെ ഉപകാരം പോലും ഇല്ലാത്ത സാധനങ്ങൾ, ഉയരമുള്ള, അത് കാണിക്കാൻ വേണ്ടി, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോ 2 മരം കൊണ്ട് ഉയരമുള്ള ചെരുപ്പുകൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവൾ ഒരു മോതിരം ഉണ്ടാക്കി അതിന്റെ അറയിൽ സുഗന്ധം നിറച്ച് അങ്ങനെ അവരും ആളുകളുടെ ഇടയിലേക്കും സദസ്സിലേക്കും ഇങ്ങനെ നടക്കൽ തുടങ്ങി. ജനങ്ങൾക്കൊക്കെ അവളെ നോക്കാനും തുടങ്ങി. അവരുടെ ശ്രദ്ധ മാറി. അങ്ങനെ നല്ല നല്ല ഹൃദയങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലുള്ള ഫിത്ന ബനു ഇസ്രായേലിൽ ആദ്യമായിട്ടുണ്ടാക്കിയത് സ്ത്രീയാണ് എന്നാ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെയൊക്കെ വിജയിക്കുന്നത് ആരാണ്? പിശാചാണ് വിജയിക്കുന്നത്. നേരെ മറിച്ച് മനുഷ്യനോ പരലോകത്തെക്കുറിച്ച് മറപ്പിച്ചു കളഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായിട്ട് ഇതൊക്കെ വർത്തിക്കുമെന്നർത്ഥം. ഇതൊക്കെ നമ്മൾ പറയുന്ന, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യഭിചാരം പോലെയല്ല ഒരു സ്ത്രീയെ നോക്കുക എന്ന് പറയുന്നത്. ഒന്ന് വൻപാപമാണ് എങ്കിൽ ഒന്ന് ചെറുപാപമാണ്. പക്ഷെ സഹോദരങ്ങളെ, ചെറുപാപം എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. പരലോകത്തെ തന്നെ ബാധിക്കുന്ന, പരലോകത്ത് വൻപാപം ചെയ്ത രൂപത്തിലേക്ക് നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ അത് കുമിഞ്ഞുകൂടിയിട്ട് എത്തിക്കാൻ ശേഷിയുള്ളതാ ചെറുപാപങ്ങൾ എന്നർത്ഥം. അതുകൊണ്ട് സാലിഹ് ആലു ഷേഖ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിന്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്, സ്ഥിരമായിട്ട് ചെറുപാപം ചെയ്യുക. ചെറുപാപം ചെയ്യുന്ന ആൾക്ക് അതൊരു പാപമാണ് എന്നുള്ള ഒരു തോന്നൽ പോലും മനസ്സിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ അത് പരലോകത്ത് വലിയ ഉപദ്രവം അവനുണ്ടാക്കുമെന്നുള്ളതാണ്. ഇത് ശൈത്താന്റെ പണിയാണ്, ഇതിലേക്കൊക്കെ ചാടിക്കല്.